നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2025 ഓഗസ്റ്റ് മാസം 13-ാം തീയതി, അതായത് 1200-ാം ആണ്ട് കർക്കിടക മാസം 28-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭദിനവുമാണ്. ഇന്ന് ജാതകപ്രകാരം ശുഭദിനം എന്ന് പറയുമ്പോൾ ബുധനാഴ്ച. ബുധൻ പ്രവൃത്തികാരകനാണ്. ശുഭ പ്രവൃത്തിക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. എന്തൊക്കെ കാര്യത്തിന് കൊള്ളാം? നമുക്ക് പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, പേപ്പർ വർക്കുകൾ ചെയ്യാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിനെല്ലാത്തിനും കൊള്ളാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാം, പുതിയ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനെക്കുറിച്ച് ശ്രമിക്കുക. ഇതിനെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ നല്ല ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഉത്രട്ടാതി നക്ഷത്രം കർക്കിടക മാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായി തീരും. സാമ്പത്തിക പുരോഗതി, ജോലിയിൽ ഉയർച്ച, അപ്പോൾ പ്രമോഷൻ കിട്ടുക, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കുക, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിജയകരമായി കലാശിക്കും. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിത്തം തുടങ്ങുക, അതുപോലെ പഠിത്തം ബ്ലോക്കായി നിൽക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. നല്ല റിസൾട്ടിന് ഇടവരും. ഇതിനെല്ലാം കൊള്ളാവുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് നമുക്ക് നല്ല സമയമെന്ന് പറയുമ്പോൾ ആ ഒരു വർഷത്തെ നമ്മൾ വിനിയോഗിച്ചുകൊള്ളുക. അത് നമുക്ക് ഗുണപ്രദമായി തീരും. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. രാവുകാലം വരുന്നത് 12 മണി മുതൽ 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണിക്ക് രാവുകാലം തുടങ്ങില്ല, 12:30 മണിയായിട്ടേ തുടങ്ങുകയുള്ളൂ. അപ്പോൾ 1:30 മണിക്ക് രാവുകാലം തീരൂല. 2 മണി 2 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 10 മണി 57 മിനിറ്റ് തൊട്ട് 12:29 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്, എന്നാലും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 6 മിനിറ്റ് തൊട്ട് 12 മണി 54 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം. അഭിജിത്ത് മുഹൂർത്തം എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വസ്ത്രധാരണത്തിൽ പച്ച കളർ വസ്ത്രവും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് സഹായിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.